DevBrozന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബസർ ഗെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഗെയിം എങ്ങനെയാ കളിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. അത് നമ്മൾ ഈ നടുവത്തെ കമ്പിയിൽ തട്ടാതെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഗെയിം വിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് നടുവത്തെ കമ്പിയിൽ ടച്ച് ആവുകയാണെങ്കിൽ നമ്മൾ ഈ ഗെയിമിനെ ഡിസ്ക്വാളിഫൈ ആവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഗൈസ് നമുക്ക് വേണ്ടത് ഒരു വുഡൻ ഷീറ്റാണ്. അതിപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മളിവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 റെഡ് LED സ്ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ആ LED എടുത്തിട്ട് ആ വുഡൻ ഷീറ്റിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ ക്രോസ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ തോറ്റുപോയ റെഡ് ലൈറ്റ് ക്രോസ് ആയിട്ട് കത്തും. അപ്പോൾ നമ്മൾ 2 LEDയും ക്രോസായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള വയറാണ്. അപ്പോൾ നമുക്ക് ആ വയറൊന്ന് വുഡൻ ഷീറ്റിൻ്റെ ഹോളിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് സിഗ്സാഗ് ഷേപ്പിൽ ഗെയിം കളിക്കാൻ പാകത്തിന് ഒന്ന് വളച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വയറ് സിഗ്സാഗ് ഷേപ്പിൽ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് ജോയ്സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ജോയ്സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ വയറിൻ്റെ 2 സൈഡും ഒന്ന് ഗ്ലൂ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബസർ ഗെയിം ബോർഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ബാക്കി നമുക്ക് ദേവജ് കാട്ടിത്തരും. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടത് ഒരു ബസറാണ്. അടുത്തതായിട്ട് ഒരു 9 വോൾട്ട് ബാറ്ററിയും അതിൻ്റെ കണക്ടറും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ടർ നമുക്കിപ്പോൾ തന്നെ ഈ ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഇനി നമുക്ക് ദേവാങ്ക് സെറ്റ് ചെയ്ത് വെച്ച ആ ബോർഡ് എടുക്കാം. എന്നിട്ട് ആ ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളെടുത്ത ബസറും സ്വിച്ചും ബാറ്ററിയും ഒക്കെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ബസറിന് വരുന്ന പോസിറ്റീവ് വയർ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ 2 LED വരുന്ന പോസിറ്റീവ് വയറും നേരത്തെ ബസറിൻ്റെ വയർ സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്ത് അതേ ലെഗിലേക്ക് സോൾഡർ ചെയ്യാം. ഇനി 2 LED വരുന്ന നെഗറ്റീവ് വയറും ബസറിന് വരുന്ന നെഗറ്റീവ് വയറും നമുക്ക് ഡയറക്റ്റായി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വയറൊക്കെ ഒന്ന് പിരിച്ചിട്ട് ഒരു സൈഡിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇനി ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ ഡയറക്റ്റായി നമ്മുടെ അലൂമിനിയം റോഡിലേക്ക് സോൾഡർ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നീളം കൂടിയൊരു വയറാണ്. എന്നിട്ട് ആ വയറിൻ്റെ ഒരെൻഡ് സ്വിച്ചിൻ്റെ അടുത്ത ലെഗിലേക്ക് സോൾഡർ ചെയ്യാം. അടുത്ത എൻഡ് ഈ ജോയ്സ്റ്റിക്കിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടുത്തെ ഇൻസുലേഷൻ ഒന്ന് നമ്മൾ കളയണം. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വയറൊന്ന് ചുറ്റിയെടുത്ത് നമുക്കവിടെ സോൾഡർ ചെയ്ത് വെക്കാം.
അപ്പോൾ നമ്മുടെ ബസർ ഗെയിം സെറ്റായി. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഈ ജോയ്സ്റ്റിക്ക് നടുവിലത്തെ റോഡിനായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബസറും വർക്കാവും. പിന്നെ ഈ LED ക്രോസ് ആയിട്ട് കത്തും ചെയ്യും. അപ്പോൾ ഈ ഇൻഡിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവുന്നത്. ആ സമയത്ത് ജോയ്സ്റ്റിക്ക് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ കൊണ്ടുപോയി വെച്ച് ഫസ്റ്റ് തൊട്ട് ഗെയിം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ റൂൾ. അപ്പോൾ ഈ ബസർ ഗെയിം ഉണ്ടാക്കാൻ ചെറിയ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എടാ കള്ള വണക്കം വണക്കം. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. മാറാ